ഈ കാണുന്ന പള്ളി ഏതാണെന്നറിയോ? ഇതാണ് പട്ടുമല മാതാവിൻ്റെ പള്ളി. ഇപ്പം നിങ്ങളോർക്കും ഇതെന്താ ഇങ്ങനെയൊരു പേരെന്ന്. സത്യം ഇത് എനിക്കും ഒരു ഡൗട്ടായിരുന്നു കേട്ടോ. ഈ പള്ളിക്ക് ചുറ്റും പട്ടുപോലെ തേയിലത്തോട്ടങ്ങളുള്ളതുകൊണ്ടാട്ടോ ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത്. ഈ നേരെ കൂൺ ഷേപ്പിൽ കാണുന്ന എന്താണെന്നറിയോ? ഇതാണ് ഇവിടുത്തെ മാതാവിൻ്റെ ഗ്രോട്ടോ. ഈ സ്ഥലത്താണ് ഇവിടെ ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഈ കാണുന്ന രൂപമാണ് ഇവിടുത്തെ മാതാവ്. ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും മാതാവ് നമുക്ക് സാധിച്ചു തരും. അങ്ങനെ ഞാനും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു. ഇവിടെ താഴെയാട്ടോ മാതാവിൻ്റെ മുന്നിൽ തിരി കത്തിക്കാൻ എല്ലാം വെച്ചേക്കുന്നത്. അങ്ങനെ ഞാനും തിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. ഈ മാതാവിൻ്റെ ഏറ്റവും പ്രധാന നേർച്ച തിരി കത്തിക്കുന്നതും മാതാവിന് പട്ട് നൽകുന്നതാണ്. അങ്ങനെ തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് നേരെ നടന്നു വരുമ്പോഴാണ് ഒരു കൊന്തമരം കാണുന്നത്. സത്യം ഇതെനിക്കൊരു അത്ഭുതമായിരുന്നു. ഇതെന്താ ഇങ്ങനെ ഒരു മരം? അങ്ങനെ ഇവിടെ അടുത്ത് ചോദിച്ചപ്പോഴറിഞ്ഞത് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു കൊന്ത ചൊല്ലി ഈ കൊന്തമരത്തിൽ കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആഗ്രഹം സാധിക്കുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് പള്ളിയിൽ നിന്നൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടുത്തെ വിശ്വാസികളെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനും മണിക്കൂട്ടനും എൻ്റെ കുഞ്ഞുമണിയും കൂടെ പള്ളിക്കകത്തിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ആദ്യമായി ഒരു പള്ളി വരുമ്പം ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ ആഗ്രഹിക്കണം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങളും 3 കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് പതിയെ മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നല്ല തണുത്ത കാറ്റും ചാറ്റൽ മഴയും പിന്നെ ഈ തേയിലത്തോട്ടങ്ങളും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പം അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.